മിക്ക സ്റ്റുഡൻസിനും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ട്രിഗ്നോമെട്രിക് ടേബിളിൻ്റെ വാല്യൂസ്. മെമ്മറൈസ് ചെയ്യാൻ കഷ്ടമാണല്ലോ. ഈസി ഷോർട്ട് കട്ട് നമുക്ക് നോക്കാം. ആദ്യം 0 തൊട്ട് 4 വരെ വരിയായിട്ട് എഴുതാം. 0 1 2 3 4. ഇതിൽ ഏറ്റവും ശക്തനായ നമ്പർ ഏതാ? 4 ആണ്. ആ ശക്തനായ ആളെ കൊണ്ട് മാത്രമേ മറ്റെല്ലാവരെയും ലോഡ് ബെയർ ചെയ്യാൻ പറ്റുള്ളൂ, അവരുടെ ലോഡ് താങ്ങാൻ പറ്റുള്ളൂ. അപ്പം എല്ലാവർക്കും താഴെ നമ്മൾ എന്തിട്ട് കൊടുത്തു? 4 ഇട്ട് കൊടുത്തു. ഇനി ഈ 4 ഈ മൊത്തം ഫാമിലിയുടെ വേര് എന്ന് വെച്ചാൽ റൂട്ട്. ഈ കുടുംബത്തിന് മൊത്തം റൂട്ട് ആരാ? 4 ആണ്. അപ്പോൾ 4 മെയിൻ ആളാണ്, വേരാണെന്ന് കാണിക്കാൻ ഒരു റൂട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. 0/n നമ്പർ 0, 0ൻ്റെ റൂട്ട് എത്രയാ? 0. ഇവിടെ 1/4, 1ൻ്റെ റൂട്ട് 1 ബൈ 4ൻ്റെ റൂട്ട് എത്രയാ? 2. ഇവിടെ ക്യാൻസൽ ആയി പോകുമ്പോൾ 1/2, 1ൻ്റെ റൂട്ട് 1, 2ൻ്റെ റൂട്ട് എത്രയാ? √2. ഇവിടെ 3യുടെ റൂട്ട് ഏതാ? √3. 4ൻ്റെ റൂട്ട് എത്രയാ? 2. ഇവിടെ 4/4 പോകുമ്പോൾ 1 ആണ്, 1ൻ്റെ റൂട്ട് 1. സൈനിൻ്റെ വാല്യൂസ് കിട്ടി. ഇനി അതിനെ അങ്ങനെ റിവേഴ്സിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയതുപോലെ അവിടുന്ന് ഇങ്ങോട്ട് എഴുതിയാൽ കോസിൻ്റെ വാല്യൂസായി 1 √3/2, 1/√2, 1/2 ആൻഡ് 0. ഇനി സൈൻ ബൈ കോസ് ആണ് ടാൻ. ഇത് രണ്ടും ഡിവൈഡ് ചെയ്താൽ, ഇത് ഡിവൈഡഡ് ബൈ ഇത് ചെയ്താൽ നമുക്ക് ടാൻ കിട്ടും. 0/n നമ്പർ 0. ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 and 2 ഗെറ്റ്സ് ക്യാൻസൽഡ്, ബാക്കി 1/√3. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ രണ്ടും വെട്ടിപ്പോയാൽ 1. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ക്യാൻസൽ ആയി പോയാൽ ബാക്കി √3. 1/0 ഈസ് നോട്ട് ഡിഫൈൻഡ് ഓർ ഇൻഫിനിറ്റി. ദാറ്റ്സ് ഇറ്റ്.